ഓം നമഃശിവായ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ അധ്യായത്തിൽ കേദാർനാഥ് ക്ഷേത്രത്തെ പറ്റിയാണ് പറയുന്നത്. ദിവ്യശക്തികളുടെ പുണ്യഭൂമി, അത്ഭുതങ്ങൾ നിറഞ്ഞ കേദാർനാഥ്. ഉത്തരാഖണ്ഡിലെ വടക്കൻ ഹിമാലയത്തിലെ ഇന്ത്യയിലെ ഛോട്ടാ ചാർധാം ആരാധനാലയത്തിലെ 4 പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് കേദാർനാഥ്. കേദാർനാഥിന് ഹിന്ദു മതത്തിൽ ഉയർന്ന പ്രാധാന്യം മാത്രമല്ല, ചില പുരാണ കഥകളുമുണ്ട്. നിഗൂഢതകളുടെ കൂടാരമായ ഹിമാലയ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശാസ്ത്രത്തിനു പോലും അത്ഭുതമാണ്. ദൈവിക ശക്തി അതിൻ്റെ പരകോടിയിൽ ഇവിടെ തുടരുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേദാർനാഥ് പട്ടണം മുഴുവൻ നശിപ്പിച്ച വെള്ളപ്പൊക്കത്തിലും തകരാതെ ക്ഷേത്രം നിലകൊണ്ടത് അത്തരമൊരു ശക്തിയുടെ കരുതലിലാണെന്നാണ് കരുതപ്പെടുന്നത്. കേദാർനാഥ് ക്ഷേത്രത്തെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കാം. ക്ഷേത്രം നിർമ്മിച്ച കഥകൾ. ആരാണ് ആദ്യം ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. എന്നിരുന്നാലും ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും മതപണ്ഡിതരും പറയുന്ന നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. AD 1076 1099 ഇടയിൽ ഭരിച്ചിരുന്ന മാൽവയിലെ രാജഭോജ് ആണ് കേദാർനാഥ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ചിലർ പറയുന്നു. എന്നാൽ 8ാം നൂറ്റാണ്ടിൽ ചാർധാം യാത്ര പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമത്തിൽ ആദിശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. മറുവശത്ത് ഒരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ദ്വാപര യുഗത്തിൽ തപസ് അനുഷ്ഠിച്ചതിനു ശേഷം ശിവനിൽ നിന്ന് പാപമോചനം നേടുന്നതിനായി പാണ്ഡവ സഹോദരങ്ങളാണ് കേദാർനാഥ് ധാം നിർമ്മിച്ചതെന്നാണ്. കേദാർനാഥിന്റെ സൃഷ്ടി. നരന്റെയും നാരായണന്റെയും 2 അവതാരങ്ങളായ വിഷ്ണു ഭഗവാൻ ഭാരതഖണ്ഡയിലെ ബദ്രികാശ്രമത്തിൽ കഠിനമായ തപസ് ചെയ്തപ്പോൾ അവർ ഭൂമിയിൽ നിന്ന് മനോഹരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ശിവലിംഗത്തെ ആരാധിച്ചു എന്നതാണ് ഐതിഹ്യം. ഇത് ശിവനെ സന്തോഷിപ്പിക്കുകയും തുടർന്ന് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് നരനും നാരായണനും കേദാർനാഥിൽ ഒരു ജ്യോതിർലിംഗമായി സ്ഥിരമായി താമസിക്കുവാൻ ശിവനോട് അഭ്യർത്ഥിച്ചു. ശിവനെ ആരാധിക്കാൻ ഇവിടെ വരുന്നവർ ജീവിതത്തിൽ അവരുടെ കഷ്ടപ്പാടുകൾ നീക്കണമെന്നും അവർ പറഞ്ഞു. 400 വർഷമായി മഞ്ഞു മൂടിയ ക്ഷേത്രം. കേദാർനാഥ് ധാം ക്ഷേത്രം 400 വർഷത്തോളം മഞ്ഞു മൂടിയതാണെന്നും മിക്ക ആളുകൾക്കും ഈ വസ്തുത അറിയില്ലെന്നും ശാസ്ത്രജ്ഞരും ഗവേഷകരും കണ്ടെത്തിയിട്ടുണ്ട്. ഡെറാഡൂണിലെ വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി നടത്തിയ ഗവേഷണമനുസരിച്ച് മഞ്ഞുപാളികൾക്കിടയിൽ ഏറെക്കാലം മൂടി നിന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ക്ഷേത്രം കാണിക്കുന്നത്. എങ്കിലും ക്ഷേത്രഘടനയ്ക്ക് യാതൊരു ദോഷവും വന്നിരുന്നില്ല. ഇതിനാൽ തന്നെ 2013 ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കത്തിൽ ക്ഷേത്രത്തിന് വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നറിഞ്ഞപ്പോഴും ശാസ്ത്രജ്ഞർ ആശ്ചര്യപ്പെട്ടില്ല. ഹിമപാളികൾ സാവധാനത്തിൽ കല്ലുകൾക്ക് മുകളിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നതായി കണക്കാക്കപ്പെടുന്ന നിരവധി മഞ്ഞ വരകൾ ഗവേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഓം നമഃശിവായ. സർവം ശിവമയം.